ഒരു ചൂട്ടുകറ്റയും കത്തിച്ച് നട്ടുച്ചയ്ക്ക് തിരുവനന്തപുരത്തിൻ്റെ തെരുവീഥികളിൽ കൂടെ ഓടിയാൽ എന്താണ് എന്ന് എനിക്ക് ഈ കാലങ്ങളിൽ തോന്നാറുണ്ട്. എന്താണെന്നല്ലേ? പറയാം. നമസ്കാരം, സ്വാഗതം, വണക്കം, വെൽക്കം. നമുക്കേവർക്കും പരിചയമുള്ളതുപോലെ 2 സഹസ്രാബ്ദങ്ങൾക്ക് പിൻപോട്ട് സഞ്ചരിക്കുമ്പോൾ ആഥൻസ് എന്ന് പറയുന്ന സാമാന്യ മനുഷ്യത്വമുണ്ടായിരുന്ന ആളുകളുടെ മധ്യത്തിൽ വസിക്കുകയും നിതാന്തമായ സത്യങ്ങളെ നിരന്തരം അന്വേഷിച്ച് ജീവിതം കഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ദാർശനികനുണ്ടായിരുന്നു. അവൻ്റെ പേര് ഡെമോസ്തെനീസ് എന്നായിരുന്നു. അവനൊരിക്കൽ ഒരു പന്തവും കൊളുത്തി ആഥൻസിൻ്റെ തെരുവീഥിയിൽ കൂടെ നട്ടുച്ചയ്ക്ക് ഒരു ഭ്രാന്തനെ പോലെ ഓടുന്നത് കണ്ടപ്പോൾ അതിൽ കൗതുകം തോന്നിയൊരു വ്യക്തി ചോദിച്ചു, ഡെമോസ്തെനീസെ, നീ എന്താണ് കാട്ടുന്നത്? സൂര്യൻ കണ്ണഞ്ചിപ്പിക്കുന്നത് പോലെ പ്രകാശിക്കുമ്പോൾ അതിനോടല്പം പോലും കിടപിടിക്കുവാൻ കഴിവില്ലാത്ത ഒരു ചെറിയ പന്തവും കൊളുത്തി നീ തെരുവീഥിയിൽ കൂടെ ഓടുന്നത് എന്തിനാണ്? ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഡെമോസ്തെനീസ് പറയുന്നുണ്ട്, അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ഒരു മനുഷ്യനുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ്. ഈ സംഭവം എൻ്റെ മനസ്സിൽ വളരെ ആഴത്തിൽ തറച്ചിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ തെരുവീഥിയിൽ ഇത് ഒന്നുകൂടെ ആവിഷ്കരിച്ചുകൂടാ എന്ന് ചോദിക്കുവാൻ ഉള്ള സാഹചര്യം ഏവർക്കും സുപരിചിതമാണ്. എങ്കിലും ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമുക്ക് രാഷ്ട്രീയം മാത്രം അല്പമൊന്ന് പരിശോധിക്കാം. ഏതാണ്ട് 5-6 വർഷം കേരള രാഷ്ട്രീയത്തെ ആകമാനം അടക്കി ഭരിച്ചത് സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീ രത്നമാണ്. സരിതയുടെ വിരൽത്തുമ്പത്തിരുന്ന് നൃത്തം ചവിട്ടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. സരിതയുടെ കാലം കഴിഞ്ഞു. ഇനിയും കേരള രാഷ്ട്രീയത്തിൽ അല്പമെങ്കിലും ആഭിജാത്യം തിരിച്ചു വരുമെന്ന് നാം പ്രതീക്ഷിച്ചു. ഉടനെ രംഗപ്രവേശനമായി. സ്വപ്ന എന്നാണ് പേര്. അടുത്ത വർഷങ്ങളിൽ സ്വപ്ന കേരള രാഷ്ട്രീയം അടക്കി വാണു. രാഷ്ട്രീയമായ കേരളത്തിൻ്റെ പുരോഗമനം സരിതയിൽ നിന്ന് സ്വപ്നയിലേക്ക് മാത്രമാണ്. ഇവരുടെ രണ്ടുപേരുടെയും ധാർമ്മികവും മാനുഷികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ നിലപാട് എന്താണെന്നും മാറ്റ് എന്താണെന്നും ഞാനായിട്ട് ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാൽ കസേര കൈയടക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീരത്നങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഒരു സാഹചര്യം പ്രബുദ്ധരായ ജനം വസിക്കുന്ന കേരളത്തിൻ്റെ മണ്ണിൽ എങ്ങനെയാണ് ഉടലെടുത്തത് എന്ന് മലയാളി അല്പം ഒന്ന് ചിന്തിക്കണം, സമയമുണ്ടെങ്കിൽ, സൗകര്യമുണ്ടെങ്കിൽ. കഥ അവിടെയും അവസാനിക്കുന്നില്ല. 2 സ്ത്രീരത്നങ്ങൾ അവർക്ക് കേരള രാഷ്ട്രീയത്തിനും സംസ്കാരത്തിനും നൽകാവുന്ന സംഭാവനകൾ അതിൻ്റെ ഭീകരമായ തോതിൽ നൽകിയ ശേഷം അവരല്പം ഒന്ന് വഴിമാറിയപ്പോൾ ഇതാ ഒരു മഹാൻ രംഗത്തെത്തിയിരിക്കുന്നു. അവൻ്റെ പേര് PV അൻവർ എന്നാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഉത്തുംഗ ശ്രേണിയിൽ നിൽക്കുന്നത് PV അൻവറാണ്. എനിക്ക് അൻവറിനെ പരിചയമില്ല. എന്നാൽ അൻവറും അഡ്വക്കേറ്റ് ജയശങ്കറും തമ്മിലുള്ള
കേരളീയ സംസ്കാരത്തിൻ്റെ ചീഞ്ഞു നാറുന്ന വശങ്ങൾ മാത്രം പ്രതിപാദിക്കപ്പെടുന്ന വിധത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വാക്പോരുകൾ അത് സരിതയിൽ നിന്ന് സ്വപ്നയിലേക്കും സ്വപ്നയിൽ നിന്ന് അൻവറിലേക്കുമുള്ള കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രയാണം അതിൻ്റെ സാംസ്കാരികമായ മൂല്യം എന്താണ് എന്നതിനെ വിളിച്ചറിയിക്കുന്നതാണ് എന്നൊരു ചെറിയ അഭിപ്രായം എനിക്കുണ്ട്. അൻവറിനെ പ്രകോപിപ്പിച്ചു എന്ന് അൻവർ അവകാശപ്പെടുന്ന അഡ്വക്കേറ്റ് ജയശങ്കരോ ഇവരുടെ മുമ്പിൽ വരിവരയായി നിന്ന് വെള്ളമൂറുന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും ഇവരൊന്നും ആകസ്മികമായ പ്രതിഭാസങ്ങളല്ല. കേരള സംസ്കാരവും സാമൂഹ്യബോധവും നീതിബോധവും അല്ല, മലയാളിയുടെ ആത്മാഭിമാനവും എത്രമാത്രം അധപ്പതിച്ചു എന്നതിൻ്റെ അളവുകോലുകളാണ് ഈ വ്യക്തികൾ എന്നത് തിരിച്ചറിയുക. അൻവറിന് മാത്രം പ്രയോഗിക്കാവുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. അതെനിക്ക് ഏറ്റുപറയുവാൻ വളരെ പ്രയാസമാണ്. എങ്കിലും സാഹചര്യം നിർബന്ധിക്കുന്നത് കൊണ്ട് അൻവറിൻ്റെ 2-3 വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ. ഈ കാലമത്രയും നാം മൂകസാക്ഷികളായി നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ മനസാക്ഷിയിൽ, കേരളത്തിൻ്റെ സാംസ്കാരിക മുഖത്ത് നവോത്ഥാന കേരളത്തിൻ്റെ ആത്മാവിൽ കക്കൂസ് മാലിന്യം കലക്കി ഒഴിക്കുന്ന പരിപാടിയാണ് അൻവർ മാത്രമല്ല എല്ലാവരും ചേർന്ന് ഒരു വലിയ ഉത്സവം പോലെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് എന്താണെന്ന് നാം മനസ്സിലാക്കാൻ മടിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഒരു പ്രതിഷേധ സ്വരം ഉയരാത്തത്? കേരളം പ്രതിഷേധത്തിൻ്റെ മണ്ണാണ്. ഇവിടെ ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ നാളെ പ്രതിഷേധമുണ്ടാകും. തുമ്മാൻ മനസ്സില്ല എന്ന് പറഞ്ഞാലും പ്രതിഷേധമുണ്ടാകും. എന്തിനേറെ കേരളത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ഇവിടെ വരുന്ന ഗവർണർ പോലും തെരുവീഥിയിലിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് ഭാരതത്തിൻ്റെ മറ്റൊരു സംസ്ഥാനത്തും ഒരു കാലത്തും കണ്ടിട്ടില്ലാത്തതും ഒരുപക്ഷെ ഒരു കാലത്തും കാണാൻ ഇടവരാത്തതുമായ ഒരു ദൃശ്യമാണ്. തെരുവീഥിയിലിരുന്നൊരു ഗവർണർ പ്രതിഷേധിക്കുന്നു. എന്നാൽ എന്തിനോടാണ് നാം പ്രതിഷേധിക്കേണ്ടത് എന്നതിനെപ്പറ്റി മലയാളിക്ക് ബോധമില്ലാതെ പോയി. അതാണ് നമ്മുടെ ശാപം. കേരളത്തിൻ്റെ മുഖത്ത് ഇത്രമാത്രം മാലിന്യം കുമിഞ്ഞുകൂടുമ്പോൾ ആ സംഭാവന നൽകുന്ന വ്യക്തികൾക്കും ശക്തികൾക്കുമെതിരെ യുക്തിപൂർവം പ്രതിഷേധിക്കുവാനുള്ള കടമ മലയാളിക്കുണ്ട് എന്നതൊന്ന് ഓർമ്മിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ മനോഹര തീരത്ത് എനിക്ക് മറ്റൊരു ജന്മം കൂടെ തരുമോ എന്ന് പറഞ്ഞ് പാടിയൊരു കവി നമുക്കുണ്ടായിരുന്നു. വയലാർ എന്നാണ് പേര്. ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഒരു ജന്മം കൂടുന്നും വേണ്ട, ഈ ജന്മത്തിൽ ഇപ്പോൾ ഈ നാടിൻ്റെ മനോഹാരിത കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ ഇങ്ങനെ കവികളുണ്ടായിട്ടും പാടിയിട്ടും അവരെ ഓർത്തിട്ടും കാര്യമൊന്നുമില്ല. ഇത് ആസ്വദിക്കേണ്ട ഈണം മാത്രമല്ല, അനുവർത്തിക്കേണ്ട അച്ചടക്കം കൂടെയാണ് എന്ന് മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ നല്ല കാലം കേരളം വിട്ട് മറ്റെവിടെയൊക്കെയോ ഊടാടി നടക്കുവാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു ഹതഭാഗ്യനാണ്. എന്നാൽ ഞാൻ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ദൂരേക്ക് പോകുമ്പോഴും ഞാൻ കേരളത്തെ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് മാത്രമാണ് സഞ്ചരിച്ചിട്ടുള്ളത്, ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച ശേഷം ഒരു ദിവസം പോലും താമസിക്കാതെ ഞാൻ വാലിൽ തീ പിടിച്ചതുപോലെ ഓടി ഇവിടെ വന്ന് ചേക്കേറിയത്. പക്ഷെ അതിനുശേഷം
അനുഭവങ്ങൾ മർമ്മഭേദകം മാത്രമായിരുന്നു. ആത്മാവിൽ ആസിഡ് വീഴുന്നത് പോലെയുള്ള അനുഭവങ്ങൾ. ഈ സംസ്ഥാനത്തിന് എന്ത് പറ്റി എന്ന് അനുദിനം നിർബന്ധിച്ച് എൻ്റെ മനസ്സാക്ഷി എന്നോട് ചോദിപ്പിക്കത്തക്കവണ്ണം ഉള്ള അവസ്ഥകൾ. അത് മതമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും സംസ്കാരമാണെങ്കിലും മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകളാണെങ്കിലും നാം ഭാഷയോട് കാണിക്കുന്ന ആ അനാദരവാണെങ്കിലും എന്താണ് പറയുന്നത്, ഭാഷ പ്രയോഗിക്കുന്നതിൽ കാണിക്കുന്ന കാടത്തരമാണെങ്കിലും ഓരോ ദിവസവും വേദന കടിച്ചിറക്കിയാണ് ഞാൻ കേരളത്തിൻ്റെ മണ്ണിൽ വസിക്കുന്നത്. ഞാൻ എപ്പോഴും കേരളത്തെപ്പറ്റി ഓർത്തുകൊണ്ടിരുന്നത് സൗന്ദര്യം എന്ന വാക്കിൽ കൂടെയാണ്. കേരളം സുന്ദരമാണ്, കേരളം സുന്ദരമാണ്, കേരളം സുന്ദരമാണ് എന്ന് ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നു. ആ ഒരു വിശ്വാസം ഉപേക്ഷിക്കുവാൻ എനിക്കിന്നും മനസ്സില്ല. ഈ നാട് സുന്ദരമാണ്, സുന്ദരമായി തുടരണം. പക്ഷേ ഒരു നാടിൻ്റെ സൗന്ദര്യം അതിൽ വസിക്കുന്ന ജനത്തിൻ്റെ സൗന്ദര്യത്തെ ആശ്രയിച്ച് മാത്രമേ വിധിക്കപ്പെടുകയും നിലനിൽക്കപ്പെടുകയും ചെയ്യുകയുള്ളൂ എന്ന് ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ. കേരളത്തിൻ്റെ മണ്ണ് നാറാൻ തുടങ്ങിയത് മലയാളിയുടെ മനസാക്ഷി മരിച്ച ശേഷമാണ്. മലയാളിയുടെ സാംസ്കാരിക ബോധം, മലയാളിയുടെ സൗന്ദര്യബോധം, മലയാളിയുടെ ആത്മാഭിമാനം കെട്ടടങ്ങിയത് കൊണ്ടാണ്. ഈ നാടിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി മലയാളിക്ക് അല്പം ഒരു കടുകുമണിയോടും കരുതലുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, കേരളത്തിൻ്റെ മണ്ണ് മതത്തിൻ്റെ മഴ വീണ്, മൺസൂൺ മഴ വീണ് നനഞ്ഞ് കുഴഞ്ഞു നിൽക്കുന്നതാണ്. പക്ഷേ മതപ്രചരണവും മത ആവേശവും കൂടുന്തോറും കേരളത്തിൻ്റെ ധാർമ്മികവും സാംസ്കാരികവുമായ ബോധം കൂടുതൽ നശിച്ച് മലയാളി മൃഗീയമായി അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിരോധാഭാസത്തെയും നാം അല്പം ഒന്ന് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ഈ സമയത്ത് ഞാൻ പണ്ട് വായിച്ച, അന്ന് മനഃപ്പാഠമാക്കുവാൻ തക്കവണ്ണം അതിൻ്റെ മനോഹാരിത എന്നെ വശീകരിച്ച ഒരു കവിതയുണ്ട്. അത് ജോൺ കീറ്റ്സിൻ്റെ ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഏൺ എന്ന് പറയുന്ന ഒരു കവിതയാണ്. അവിടെയാണ് സുപ്രധാനമായ, ഒരുപക്ഷെ ലോകത്തെമ്പാടും ആളുകൾ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന 2 വരികളുള്ളത്. ബ്യൂട്ടി ഈസ് ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഈസ് ബ്യൂട്ടി, ദാറ്റ് ഈസ് ഓൾ ഐ നോ ആൻഡ് ഓൾ ഐ നീഡ് ടു നോ. അവിടെ യു എന്നാണ് പറയുന്നത്, പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറയട്ടെ. സത്യവും സൗന്ദര്യവും ഒന്നാണ്. സത്യമുള്ളിടത്ത് മാത്രമേ സൗന്ദര്യം ഉണ്ടാകുകയുള്ളൂ. സൗന്ദര്യബോധമുള്ളവർക്ക് മാത്രമേ സത്യത്തോട് പ്രതിപത്തി ഉണ്ടാകുകയുള്ളൂ. ജീവിതം മനോഹരമാണ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ജീവിതത്തിൻ്റെ മനോഹാരിത നിലനിർത്തുവാൻ കടമ നമുക്കെല്ലാവർക്കുമുണ്ട്. അതിൻ്റെ പേരാണ് ആത്മീയതയെന്ന്. മതത്തിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടാകണമെന്നില്ല. മതത്തിൽ എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം, അല്ലെങ്കിൽ അടുത്ത ജന്മം കുറെ കൂടെ മെച്ചപ്പെടണം. എന്നാൽ ആത്മീയതയുടെ ഒരു സുപ്രധാനമായ ലക്ഷ്യം, ഇപ്പോഴത്തെ ജീവിതം, നാം വസിക്കുന്ന ഈ ഭൂമി, ജീവിതത്തെ പരിപോഷിപ്പിച്ച് നിലനിർത്തുന്ന ഈ ഭൂമി മനോഹരമാണ്. അതിൽ വർത്തിക്കുന്നതൊക്കെയും മനോഹരമായി തുടരണം എന്നുള്ള നിർബന്ധമാണ്. ആ സൗന്ദര്യബോധമില്ലാതെ ഒരു ദൈവബോധം ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് 50കളിൽ 70കളിൽ, അതാണ്ട് അരനൂറ്റാണ്ടിന് മുൻപ് എല്ലാവരും ഏറ്റുപാടിയ ഒരു ഹിന്ദി പാട്ടുണ്ടായിരുന്നു. ഞാൻ അത് അല്പം ഒന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ട് അത് സംബന്ധമായ 1-2 വാക്കുകൾ കൂടെ പറഞ്ഞ് ചിന്തകൾ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. നോക്കട്ടെ, അത് കിട്ടുമോ ഇല്ലയോ നോക്കട്ടെ. जागो उठकर देखो,
ജീവൻ ജ്യോത് ഉജാഗർ ഹേ. എഴുന്നേറ്റ് ഒന്ന് എത്തി നോക്കൂ, ജീവൻ്റെ വെളിച്ചം ഇതാ ഉദിച്ചിരിക്കുന്നു. ആ ജീവൻ്റെ വെളിച്ചത്തിൽ കൂടെ നോക്കുമ്പോൾ മാത്രമേ നിനക്ക് ഈ ഭൂമിയുടെയും പ്രകൃതിയുടെയും മനുഷ്യ ജീവിതത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും സൗന്ദര്യം തിരിച്ചറിയുവാനുള്ള കണ്ണു തുറക്കുകയുള്ളൂ എന്നാണ് കവി പറയുന്നത്. ജാഗോ ഉഠ്കർ ദേഖോ, എഴുന്നേറ്റ് നീ കണ്ണു തുറന്ന് നോക്ക്, ജീവൻ്റെ വെളിച്ചം ഇതാ ഉദിച്ചിരിക്കുന്നു. അത് ക്രിസ്ത്യാനികൾക്കറിയാം, വേദപുസ്തകത്തിലുണ്ട്. റൈസ് ആൻഡ് ഷൈൻ, യുവർ ടൈം ഹാസ് കം. നീ എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ കാലം ഇതാ വന്നിരിക്കുന്നു, അതിനുള്ള കാലം വന്നിരിക്കുന്നു. യേശു പറയുന്നു, നിൻ്റെ വെളിച്ചം ലോകത്തിന് പ്രകാശമായിരിക്കണം. ഈ വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ സൃഷ്ടിയുടെ ആഗമനമായ സൗന്ദര്യം ദൃശ്യമാകുകയുള്ളൂ, കാണുവാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ മാലിന്യങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കുന്നത്? സരിത തൊട്ട് അൻവർ വരെ മാലിന്യങ്ങളുടെ ഒരു കൂമ്പാരം. അത് അവരുടെ മാത്രം മാലിന്യമല്ല, മലയാളിയുടെ മാലിന്യങ്ങളുടെ ആകത്തുക ചില വ്യക്തികളിൽ കൂടെ പ്രതിബിംബിക്കുന്നുവെന്ന് മാത്രം. അതിൻ്റെ കാരണം എന്താണ്? മലയാളിക്ക് ആത്മീകമായ സൗന്ദര്യബോധം അമ്പാടെ നശിച്ചു പോയതുകൊണ്ടാണ്. മലയാളി തിരിച്ചു പിടിക്കേണ്ടത് ഈ സൗന്ദര്യബോധമാണ്. ജീവൻ സൗന്ദര്യത്തിൻ്റെ വെളിച്ചം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. ഞാനെപ്പോഴും പറയുന്നത്, ലൈഫ് ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ബ്യൂട്ടി. ജീവൻ സൗന്ദര്യത്തിൻ്റെ വെളിച്ചത്താൽ ദീപ്തമായ ഒരു ഉത്സവമാണ്. ആ ഒരു ദർശനത്തിൽ നിലനിൽക്കുക. നാം പങ്കിടുന്ന ജീവിതം അത് സൗന്ദര്യമുള്ളതായി കാത്തു സൂക്ഷിക്കുക. അതിനപ്പുറത്തൊരു ആത്മീയതയില്ല തന്നെ. അതിനപ്പുറത്തൊരു സംസ്കാരവും വിദ്യാഭ്യാസവും രാഷ്ട്രീയവും ഇല്ല, ഉണ്ടാകരുത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഇടയിൽ നടക്കുന്നത് എന്താണ്? നിങ്ങൾ ഓരോ ദിവസവും നടക്കുന്ന രാഷ്ട്രീയപരമായ ചർച്ചകൾ ശ്രദ്ധിക്കൂ. അതെന്താണ് എപ്പോഴും നിങ്ങളെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ മുഴുവനും ഈ മാലിന്യമാണ്. ഒരു പാർട്ടിയിലെ ആളുകൾ നോക്കുമ്പോൾ മറ്റേ പാർട്ടിയിൽ നിറച്ചും അൻവറിൻ്റെ ഭാഷയിൽ പറഞ്ഞ ആ കാര്യമാണ്. എനിക്ക് പറയാൻ വയ്യ, ക്ഷമിക്കണം. ആ പാർട്ടി ഈ പാർട്ടിയെ നോക്കുമ്പോൾ അവിടെയും ഈ അൻവറിൻ്റെ സമ്പാദ്യമാണ് കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. ഒരു മതത്തിനകത്തുള്ള ആളുകൾ തന്നെ, ഇപ്പോൾ സീറോ മലബാർ സഭയിലെ ഈ പടിഞ്ഞാറ് നോക്കി നിൽക്കുന്നവരും കിഴക്കോട്ട് നോക്കി നിൽക്കുന്നവരും അവരുടെ കണ്ണിൽ കൂടെ പരസ്പരം നോക്കുമ്പോൾ അവരവരെ തന്നെ കാണുന്നത് അൻവറിൻ്റെ ഈ സാധനത്തിൽ കൂടെയാണ്. ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും പരസ്പരം കാണുന്നത് അൻവറിൻ്റെ ആ ഒരു പ്രത്യേക സമ്പാദ്യത്തിൽ കൂടെയാണ്. മറ്റുള്ള വിഷയങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മൂക്കുപൊത്തിപ്പിടിക്കാതെ ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചർച്ചകളും ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളും പ്രദർശിപ്പിക്കപ്പെടുന്ന തെളിവുകളും അവയൊക്കെ ആകത്തുക വെച്ച് നാം പരിഗണിച്ചാൽ ചോദിക്കേണ്ടി വരും, കേരളത്തിൽ കൂടെ മൂക്ക് പൊത്താതെ നടക്കാനൊക്കുമോ? ചിന്തിക്കണ്ടേ? നാം എവിടോട്ടാണ് ഈ പോക്ക്? എവിടെയാണ് ഈ യാത്ര? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കാലങ്ങളിൽ ഡെമോസ്തനീസിനെ പോലെ ഒരു ചൂട്ടുകറ്റയും കത്തിച്ച് തിരുവനന്തപുരത്തിൻ്റെ തെരുവീഥിയിൽ കൂടെ ഒരു ഭ്രാന്തനെ പോലെ ഓടി നടന്നാൽ എന്താണെന്ന് എൻ്റെ മനസ്സെന്നെ നന്നേ ഹേമിക്കുന്നുണ്ട്. സത്യം ശിവം സുന്ദരം, സത്യ ഹീ സുന്ദർ ഹേ, സുന്ദർ ഹീ ഈശ്വർ ഹേ. ഈ സൗന്ദര്യബോധം മലയാളി വീണ്ടെടുത്തേ മതിയാകുകയുള്ളൂ. നാം ഇങ്ങനെ അല്ലായിരുന്നു, ഇതല്ല നാം അർഹിക്കുന്നത്, ഇത് നമ്മുടെ തനി സ്വഭാവമല്ല, ഇത് നമ്മുടെ ഇപ്പോഴത്തെ തനിനിറമാണ്. അതൊരു പത്രമാണ്, നിങ്ങൾക്കറിയാം. ഇത് നമ്മുടെ ഇപ്പോഴത്തെ തനിനിറമാക്കി നമ്മൾ മാറ്റിയതാണ്. പക്ഷേ ഇത് നമ്മുടെ സ്വഭാവമല്ല, ഇത് നമ്മുടെ സംസ്കാരമല്ല,
ഇത് നമ്മുടെ അന്തസ്സത്തെ അല്ല, ഇത് നാം നമുക്ക് എതിരെ നടത്തുന്ന അൻവറിൻ്റെ സമ്പാദ്യം കൊണ്ടുള്ള അഭിഷേകമാണ്. അത് ഞാൻ അൻവർ അഭിഷേകം എന്ന് പേര് കൊടുത്തോട്ടെ. അൻവർ അഭിഷേകം. നിങ്ങൾ ഈ ഒരു പ്രയോഗം സഭ്യമായി ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് അൻവറിൻ്റെ ഭാഷ ഉപയോഗിക്കാതെ ആ ഒരു സാഹചര്യം, യാഥാർത്ഥ്യം ഒന്ന് സൂചിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഈ പദപ്രയോഗം ഉപയോഗിച്ചാൽ അത് പ്രയോജനപ്പെടും. അൻവർ അഭിഷേകം, പട്ടാഭിഷേകം എന്നൊക്കെ പറയുന്നത് പോലെ പണ്ടൊരു പാട്ടുണ്ടായിരുന്നല്ലോ, അഭിഷേകം ഇവന് പട്ട കൊണ്ടഭിഷേകം എന്ന് പറയുന്നത് പോലെ അൻവർ അഭിഷേകം. നാം നമ്മുടെ മേലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ സാംസ്കാരിക, ധാർമ്മിക എന്താണ് പറയുന്നത്, ആചരണമാണ്, റിച്വലാണ് ഈ അൻവർ അഭിഷേകം. അതൊരു വ്യക്തി മാത്രം നടത്തുന്നതല്ല, എല്ലാവരും അവരുടെ കഴിവും സമ്പാദ്യവും അനുസരിച്ച്, കെൽപ്പനുസരിച്ച് നടത്തിക്കൊണ്ടേയിരിക്കുന്ന ഈ സംസ്ഥാന വ്യാപകമായ ഒരു റിച്വലാണ്, ഒരു ക്രിയയാണ്, ഒരു കർമ്മമാണ് ഈ അൻവർ അഭിഷേകം. അത് നിർത്തണം. ഇതല്ല മനുഷ്യത്വത്തിൻ്റെ പ്രകടനവും കേരളീയത്വം എന്ന് പറയുന്ന ഈ അതിമനോഹരമായ സങ്കല്പത്തിൻ്റെ ആ സാധ്യതയും. നമുക്ക് നാമായി തീരുവാൻ, കുറഞ്ഞ പക്ഷം നാം എന്തായിരുന്നുവോ അതെങ്കിലും ഒന്ന് ഓർമ്മിച്ച് ആ ഒരു വഴിയിലേക്ക് ഒന്ന് തിരിച്ച് മടങ്ങി വരുവാൻ ഇടയാകട്ടെ. നാം ഒരു കാര്യം ഓർക്കണം, നാളത്തെ തലമുറ എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുന്നവർ നാമാണ്. നമ്മെ കണ്ട് അടുത്ത തലമുറ പഠിച്ചു വരുമ്പോൾ അവർ ഏത് മൂല്യങ്ങൾ, ഏത് ആദർശങ്ങൾ, ഏത് ദാർശനിക ദർശനം അനുസരിച്ച്, ഏത് വ്യക്തിത്വ രൂപീകരണ പ്രക്രിയ അനുസരിച്ച് അവരെ തന്നെ കാണും എന്ന് നാം ചിന്തിക്കുന്നില്ല. ഈ സംസ്ഥാനത്തിനൊരു ഭാവി ഉണ്ടാകണമെന്ന് നാം കരുതുന്നില്ല. നാളത്തെ തലമുറയ്ക്ക് വെളിച്ചം കാണുവാൻ എന്തെങ്കിലും വഴി വെട്ടിയിട്ട് പോകണം എന്ന് നാം ചിന്തിക്കുന്നില്ല. ഭ്രാന്ത് പിടിച്ചവരെ പോലെ. കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് വിളിച്ചു പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകൾ. അടങ്ങിയിട്ടില്ല ആ ഭ്രാന്ത്, ഒട്ടും അടങ്ങിയിട്ടില്ല. ആ ഭ്രാന്ത് അനുദിനവും അരങ്ങേറുന്നത് കണ്ട് വീർപ്പ് മുട്ടിയിട്ടാണ് എൻ്റെ മനസാക്ഷി എന്നോട് പറയുന്നത്, ഒരു ചൂട്ടുകറ്റയും കത്തിച്ച് നട്ടുച്ചയ്ക്ക് അനന്തപുരിയുടെ തെരുവീഥിയിൽ കൂടെ ഒരു ഭ്രാന്തനെ പോലെ ഒന്ന് ഓടിയാൽ എന്താണ്? സത്യം, ശിവം, സുന്ദരം. മലയാളി അവൻ്റെ സംസ്ഥാനത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും ജീവിതത്തിൻ്റെയും സൗന്ദര്യം വീണ്ടെടുക്കുന്ന നാളുകൾ ദൈവമേ ത്വരിതപ്പെടുത്തണമേ. ഈ ശാപത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ.